ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ കുറച്ച് കമ്പും തടിയും കാര്യങ്ങളും കിട്ടിയ സമയത്ത് മക്കളുടെ ഒരു ആഗ്രഹം അങ്ങ് സാധിച്ചു കൊടുക്കാമെന്ന് കരുതി കേട്ടോ. അവർക്കൊരു ട്രീ ഹൗസ് വേണമെന്നുള്ളത് അവരുടെ ആഗ്രഹമായിരുന്നു. കാരണം കാർട്ടൂണൊക്കെ കാണുന്ന സമയത്ത് അതിൽ വലിയ മരത്തിലൊക്കെയുള്ള ട്രീ ഹൗസ് ഉണ്ടല്ലോ, അത്രയൊക്കെയാണ് മക്കൾ ആഗ്രഹിച്ചെങ്കിലും അത്രയൊന്നും നമ്മളെ കൊണ്ട് സാധിച്ചില്ലെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരുടെ ആഗ്രഹത്തെ സാധിച്ചു കൊടുക്കാൻ നമ്മളും ശ്രമിച്ചു കേട്ടോ. അപ്പം ഇതെൻ്റെ ഗാർഡനാണ് കേട്ടോ, ഗാർഡൻ. അപ്പോൾ അത് വലിയ മരങ്ങളൊന്നുമില്ല, കൊച്ചു കൊച്ചു മരങ്ങളേ ഉള്ളൂ. ഈ പൂക്കളൊന്നുമില്ല കേട്ടോ, പൂക്കളൊക്കെ കുറവാണ്. എന്നാലും ഞാൻ കൂടുതലും ഫ്രൂട്ട്സിനാണ് പ്രാധാന്യം കൊടുക്കാറ് കേട്ടോ. എനിക്ക് ആ ചെടികളാണ് കൂടുതൽ അങ്ങോട്ട് താല്പര്യം. അപ്പോൾ എൻ്റെ ഗാർഡൻ ആയതുകൊണ്ട് കൊച്ചൊരു കൃഷ്ണനെ വെച്ചിട്ടുണ്ട്. തൊട്ട് താഴെ ഒരു വാട്ടർഫോളുണ്ട്. വാട്ടർഫോളിൽ നേരെ വരുന്നത് ഒരു അമ്പലക്കുളത്തിലോട്ടാണ് കേട്ടോ. അപ്പോൾ അതിൽ ആമ്പലും പൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒന്നുമില്ല കേട്ടോ. ഇപ്പോൾ എല്ലാം മൊത്തത്തിൽ അങ്ങ് പോയി കിടക്കുകയാണ്. ഇനി ഓരോന്നായിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനിടയ്ക്ക് ഒരു ട്രീ ഹൗസാണ് കേട്ടോ. അപ്പോൾ മരങ്ങളിൽ കൊച്ചു കൊച്ചു മരങ്ങൾക്കിടയ്ക്കുള്ള ഒരു ട്രീ ഹൗസാണ്. അപ്പോൾ ഞാൻ മക്കൾക്ക് വേണ്ടി മാത്രമായിരിക്കും എന്നാണ് ഞാനും കരുതിയത്. പക്ഷേ ചേട്ടൻ നമുക്ക് എല്ലാവർക്കും ഇരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ട്രീ ഹൗസാണ് കേട്ടോ തയ്യാറാക്കിയത്. നമുക്കറിയാം ഇപ്പോൾ ഭയങ്കര ചൂടാണ്, വീട്ടിനകത്തൊന്നും ഇരിക്കാനേ പറ്റില്ല. അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ പുറത്ത് എൻജോയ് ചെയ്തിരിക്കാൻ പറ്റിയ ഒരു പ്ലേസാണ് കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് എൻ്റെ മോൻ പോയി മാങ്ങ അരിഞ്ഞ് ഉപ്പൊക്കെ വെച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഞങ്ങളെല്ലാം പുളിയുടെ ആളാണ് കേട്ടോ. പുളിപ്പ് ഇഷ്ടമുള്ളവരുണ്ടോ ഈ വീഡിയോ കാണുന്നതിൽ? അപ്പോൾ അവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ ഇളയാളൊക്കെ മാങ്ങ എടുത്ത് ഉപ്പൊക്കെ വെച്ച് അങ്ങ് കഴിക്കുകയാണ്. മോളാണെങ്കിൽ മാങ്ങ കഴിച്ച് നമുക്കറിയില്ല, പുളിപ്പ് കഴിക്കുമ്പോൾ ഒരു റിയാക്ഷൻ ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് അവൾ ഇടുന്നുണ്ട് കേട്ടോ. അപ്പം നല്ല രസമായിരുന്നു കേട്ടോ. ചുറ്റും മരങ്ങളുള്ളതുകൊണ്ട് തന്നെ നല്ല തണലും ഉണ്ട്, നല്ല കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് ഫാമിലി ടൈമിൽ നമുക്ക് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. അതിനുവേണ്ടി നമുക്ക് ഇതേപോലെ ചെറിയ മരങ്ങളുണ്ടെങ്കിലും നമുക്കൊരു ചെറിയ ട്രീ ഹൗസ് തയ്യാറാക്കാമെന്ന് ഞങ്ങൾ തെളിയിച്ചു. ഇനി നിങ്ങളും ചെയ്തോ കേട്ടോ. അപ്പം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം നമ്മൾ ഫാമിലിയായിട്ട് എല്ലാവർക്കും കൂടെ ഇരിക്കാനും സംസാരിക്കാനും എല്ലാത്തിനും പറ്റിയൊരു പ്ലേസ് ആയിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഒരേ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഈ സമയം നമ്മൾ ഫോൺ അങ്ങ് ഫുള്ളായിട്ട് അങ്ങ് അവോയ്ഡ് ചെയ്തിരിക്കുക. നമ്മുടേതായ ലോകത്ത് നമ്മളെ മക്കളും എല്ലാവരുമായിട്ട് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച് അങ്ങ് ഇരിക്കുക. അപ്പം അതല്ലേ നല്ലത്. അപ്പോൾ ട്രീ ഹൗസ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും നിർദ്ദേശമോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ബാക്കി പണിയെല്ലാം പൂർത്തിയായി. ഇനി ചെറിയൊരു ഏണിയുടെ സെറ്റപ്പാണ് കേട്ടോ. അത് പിറ്റേ ദിവസമാണ് ചേട്ടൻ ചെയ്തത്. അപ്പം നമുക്ക് കയറാനായിട്ടുള്ള ഒരു കൊച്ചു ഏണിയും വെച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ ഏകദേശം നമ്മുടെ ട്രീ ഹൗസിൻ്റെ പണിയെല്ലാം പൂർത്തിയായി. പിന്നെ അവരുടെ യോഗ മാറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിള്ളേരുടെ യോഗ മാറ്റെല്ലാം എടുത്ത് അതിൻ്റെ പുറത്തൊക്കെ കൊണ്ടിട്ട് അവർ സെറ്റ് ചെയ്യുകയാണ്. ബാക്കി അവരുടെ ട്രീ ഹൗസ് അല്ലേ, അവരുടേതായ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം എൻ്റെ വീഡിയോ ഇത്രയുള്ളൊരു കൊച്ചു വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.